Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു എടുത്തത്? ജോബ് സമ്മറി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി, അതല്ലേ നമ്മൾ പറഞ്ഞത്? ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി ആണല്ലേ, അതല്ലേ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി, അതിന്റെ എല്ലാ പോയിന്റ്സും കഴിഞ്ഞില്ലേ? യെസ്, ഓക്കെ. ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ഇനി നെക്സ്റ്റ് നോക്കിയേ, ജോബ് സമ്മറി ആൻഡ് OPD എക്സിക്യൂട്ടീവ്. OPD എക്സിക്യൂട്ടീവ്, OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറി എന്താണ്? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? OPD executive. The OPD executive plays an important role in supervising the operation of outpatient department in a hospital. First line തന്നെ underline ചെയ്തിട്ട് കേട്ടോ. Dash play an important role. അങ്ങനെ സെന്റൻസ് ചോദിക്കാം. Okay, OPD executive play an important role in supervising the operation of outpatient department in a hospital. Page number എത്രയാ? ബിന്ദുവിന് എന്നിട്ട് ബിന്ദുവിന് പേജ് നമ്പർ, പേജ് 96. ഓക്കെ, അതായത് ഹോസ്പിറ്റലിനുള്ളിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം അതാണ് OPD എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. മുഴുവൻ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഒരു മാനേജറൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ OPDയുടെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന ആളാണ് OPD എക്സിക്യൂട്ടീവ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്താ ചെയ്യുന്നേ? അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ സപ്പോർട്ട് ഡ്യൂട്ടീസ് ചെയ്യുന്നത്. OPD എക്സിക്യൂട്ടീവ് ആണ് ഒരു മാനേജറൽ പൊസിഷനിൽ ഇരിക്കുന്നത്. അദ്ദേഹം OPDയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന ആളാണ് OPD എക്സിക്യൂട്ടീവ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെന്റൻസ്. Their responsibilities include. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് മാനേജിങ് ദ OPD സ്റ്റാഫ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? OPDയിലെ എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുക. മാനേജിങ് ദ OPD സ്റ്റാഫ്. OPDയിലെ എല്ലാ സ്റ്റാഫുകളെയും, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുക, അവരെ കൈകാര്യം ചെയ്യുക, നിയന്ത്രിക്കുക. Maintaining an exact patient record. പേഷ്യൻസിന്റെ കൃത്യമായ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക. പേജ് നമ്പർ എത്രയായിരുന്നു നിങ്ങൾ പറഞ്ഞത്? 96. ഓക്കെ, അടുത്ത നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. Then coordinating with the other hospital department. ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, സഹകരിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക. കോർഡിനേറ്റിംഗ് വിത്ത് ദ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് സഹകരിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. Ensuring patient satisfaction. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക, അല്ലെ? അതിന്റെ പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. നല്ല കെയർ കൊടുത്തിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. മാനേജിങ് ആറാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകള് കൈകാര്യം ചെയ്യുക. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് കേട്ടോ. മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. OPD ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ബഡ്ജറ്റുകളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് നോക്കിയേ. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ.
OPD-യുമായി ബന്ധപ്പെട്ട പോളിസീസ്, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, നയങ്ങള് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക, അത് വികസിപ്പിക്കുകയും ചെയ്യുക. Developing and implementing policies and procedure. ഹോസ്പിറ്റലിലെ പോളിസികള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള് നടപ്പിലാക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. എട്ടാമത്തെ പോയിന്റ് എന്താ? Ensuring the smooth functioning of the OPD area. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഏരിയകളുടെയും സ്മൂത്ത് ആയിട്ടുള്ള, സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങള് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. Ensuring the smooth functioning of the OPD area. OPD-യിലെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങള് അത് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, പത്താമത്തെ പോയിന്റ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. ആദ്യത്തെ 10 പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് നടക്കൂല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. OPD-യുമായി റിലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് നോക്കി വെക്കാം. OPD-യിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിലെ OPD ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകള് അത് കൈകാര്യം ചെയ്യുക. OPD-യിലെ പോളിസി പ്രൊസീജിയർ നടപ്പിലാക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. OPD ഏരിയയിലെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പുവരുത്തുക. അടുത്ത് നോക്കിയേ, സൂപ്പർവൈസിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ, 9ാമത്തെ പോയിന്റ് അത് നമ്മൾ പറഞ്ഞില്ല അല്ലെ. സൂപ്പർവൈസിംഗ് ദ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. പല കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുക. സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് അത് സൂപ്പർവൈസ് ചെയ്യുക. OPD-യിലെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അടുത്തത് 10ാമത്തെ എന്താ? ചെക്ക് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. ചെക്ക് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ഒരു 10 അങ്ങനെ പറയാന്ന് വിചാരിച്ചാട്ടോ. ഓക്കെ 11ാമത്തെ പോയിന്റ് നോക്കി, ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശേഖരിക്കുക. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസിങ്, ഗ്യാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോം. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഫോമുകള് അത് ശേഖരിക്കുകയും അത് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുക. അടുത്ത നോക്കിയേ, ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസ് അത് കൈകാര്യം ചെയ്യുക. അതുപോലെ അത് മാനേജറിന് റിപ്പോർട്ട്, ആ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്, OPD-യുമായി ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ അതിനെ ഡീൽ ചെയ്യുക. അത് എന്താണ് പ്രശ്നങ്ങൾ അത് മാനേജറിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആസ് എ ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും അഭിവാദ്യം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, അവരെ അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, അഭിവാദ്യം ചെയ്യുക. As greeting patients and visitors. Then 14ാമത്തെ നോക്കിയേ, directing them to the appropriate professional. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ പേഷ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള, അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊഫഷണൽസ് അതിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. ഓരോ പേഷ്യൻസിനെയും അവരെ അഭിവാദ്യം ചെയ്യുക, അവരെ കറക്റ്റ് ഡയറക്ഷനിലേക്ക്, കറക്റ്റ് പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. അടുത്ത നോക്കിയേ, രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്. പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്ററിംഗ് ദ ന്യൂ പേഷ്യൻസ്.
Next, taking part in practice meeting and training courses and ensuring compliances with the health and safety procedure. Taking part in practice മീറ്റിങ്ങുകളില് ട്രെയിനിങ് കോഴ്സുകളില് അതില് പങ്കെടുക്കുക, taking part അതില് പങ്കെടുക്കുക, and ensuring ഉറപ്പുവരുത്തുക, ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, compliances എന്ന് വെച്ചാൽ പാലിക്കല്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ പാലിക്കുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകള് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, എൻഷുറിങ് compliances with the health and safety procedure, health and safety procedures പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 17ാമത്തെ പോയിന്റ് നോക്കിയേ. Furthermore, the OPD executive is accountable for checking that everything in the OPD area is in correct places. അതിനുപരിയായിട്ട് OPD എക്സിക്യൂട്ടീവിന്റെ ഒരു ഉത്തരവാദിത്തം എന്താ? Checking that everything in the OPD area is in correct place. OPD ഏരിയയിലുള്ള എല്ലാരും കറക്റ്റ് പ്ലേസിലാണെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അല്ലെ, OPD-നെ സൂപ്പർവൈസ് ചെയ്യുക ഒരു മാനേജർ റോളാണ് വരുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുക, അതാണ് OPD എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. അത് തന്നെ പറഞ്ഞേക്കുന്നത്, അക്കൗണ്ടബിൾ ഫോർ ചെക്കിംഗ് ദാറ്റ് എവരിതിങ് ഇൻ ദ OPD ഏരിയ ഈസ് ഇൻ കറക്റ്റ് പ്ലേസ്. OPD ഏരിയയിലുള്ളതെല്ലാം യഥാസ്ഥാനത്ത് കറക്റ്റ് പ്ലേസിലാണെന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് എൻഷുറിങ്, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക that there are no items left over the previous shift receptionist. ഒരു ഐറ്റവും ബാക്കി നിൽക്കുന്നില്ല. ഏത്? over the previous shift receptionist. അതിന്റെ മുന്നുള്ള ഷിഫ്റ്റിംഗ് ടൈം ത്രീ ഷിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചില്ലേ ഫ്രണ്ട് ഓഫീസിൽ OPD-യുടെ, അല്ല സോറി നമ്മള് ഫ്രണ്ട് ഓഫീസിൽ പഠിച്ചില്ലേ റിസപ്ഷനിസ്റ്റിന്റെ ഷിഫ്റ്റ് ടൈം 3 ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മുന്നേ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നവരില്ലേ, ആ മുന്നേ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നവര് അവര് അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കുന്നില്ല. അതായത് എന്താ, അവര് ഇപ്പൊ ഒരു ഷിഫ്റ്റ് കഴിയുമ്പോൾ അവരെല്ലാം ക്ലീൻ ചെയ്തിട്ടാ ഇറങ്ങുന്നത്. അത് അടുത്ത് ഒരാൾക്കൊരു ബാധ്യതയാവുന്ന രീതിയിൽ ഒന്നും അവിടെ അവശേഷിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. There are no item left over by the previous shift receptionist. Then അടുത്ത നോക്കിയേ 18ാമത്തെ പോയിന്റ്. They direct the patient to the payment. 17ാമത്തെ പോയിന്റില് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. That she is accountable for checking that everything in the OPD area is in its correct place. അത് ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. അടുത്ത് നോക്കിയ 18ാമത്തെ. They direct patients to the payment counter. പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. They direct the patient to the payment counter. പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്ട് ചെയ്യുന്നു. അവരെ ആ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. അതുപോലെ നോക്കിയേ, to make their case paper, അവരുടെ കേസ് പേപ്പറുകള് നിർമ്മിക്കാൻ, ensuring a smooth and efficient process. സ്മൂത്ത് ആയിട്ടുള്ള എഫിഷ്യന്റ് ഒരു കാര്യക്ഷമമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് അവരെ ഈ പേയ്മെന്റ് കൗണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്ട് ചെയ്യുന്നു. പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയറക്ട് ചെയ്യുന്നു. അടുത്ത നോക്കിയ 19. The OPD executive is necessary for ensuring that the outpatient department run efficiently. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ്ലി കാര്യക്ഷമമായി ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ OPD എക്സിക്യൂട്ടീവ്സ് ഈസ് നെസസറി. അവരുടെ റോളിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഫോർ എൻഷുറിംഗ് ദാറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ എഫിഷ്യന്റ് ആയിട്ട് ഒരു കാര്യക്ഷമമായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് OPD എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹത്തിന് നെസസറി ആയിട്ടുള്ള കാര്യമാണ്.
അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ റോളിൽ ചെയ്യേണ്ട കാര്യമാണ്. OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Providing high quality care to the patients. Patientsന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. While also managing cost and maintaining regulatory compliances. High quality care to the patient. Patientsന് നല്ല ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുക. While also managing cost manage ചെയ്യുക and maintaining നിലനിർത്തുക regulatory compliance നിയന്ത്രണ പാലനങ്ങള് ഹോസ്പിറ്റലിലെ പോളിസി പ്രൊസീജിയറുകള് റെഗുലേറ്ററി കംപ്ലൈൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ആ 19ാമത്തെ പോയിന്റിലും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. Dash is necessary for ensuring that the outpatient department run efficiently. Outpatient department കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതാ പറഞ്ഞത് ഓവറോൾ OPD-യുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും all operations of the outpatient department ാണ് OPD എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. ഈ 19 പോയിന്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട. 1 or 2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. അതിനകത്ത് ഒന്നാമത്തെ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഫസ്റ്റ് പോയിന്റ് ഇത് നിങ്ങൾ നോട്ട് ചെയ്തിടുക. എല്ലാ പോയിന്റ്സും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് പോയിന്റ് എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ട്. Dash play an important role in supervising the operation of the outpatient department in a hospital. അത് നോക്കുക. ബാക്കി 19 പോയിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും വായിച്ചു വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ 17ാമത്തെ പോയിന്റില് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അതൊക്കെ നമുക്ക് എടുത്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. അതാണ് ചെക്ക് ചെയ്യാൻ. OPD-യിലെ എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ നോക്കുക. OPD-യിലെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ് OPD എക്സിക്യൂട്ടീവ്. അത് വെച്ച് നോക്കുക. പിന്നെ 19ാമത്തെ പോയിന്റ് ഇല്ലേ, അതും നിങ്ങൾ 17ഉം 19ാമത്തെ പോയിന്റും ഒന്ന് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു. അത് OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് നടത്തുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ആളാണ്. നമ്മള് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ പറഞ്ഞപ്പോ അവിടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രം. പക്ഷെ OPD എക്സിക്യൂട്ടീവിന് എല്ലാ പ്രവർത്തനങ്ങളും OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുക ഉള്ള ഒരു ഇതാ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ബാക്കിത്തെ 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ മതി പോയിന്റ്സ് കേട്ടോ. ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കാം അതിൽ കേട്ടോ. ഓക്കെ, പോയിന്റ്സ് ഒക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ അത് ആർക്കടെ റെസ്പോൺസ് എല്ലാം ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി മാത്രമേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും റെസ്പോൺസിബിലിറ്റീസ് ആണ്. 4 പോയിന്റ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ഈ കൂടുതൽ ഇനിയിപ്പോ ഡീറ്റെയിൽ വേണ്ട. ഇനി നോക്കി അടുത്ത ആളാരാണ്? ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ ആണ്. പേഷ്യന്റ് കൗൺസിലർ അദ്ദേഹത്തിന്റെ ജോബ് സമ്മറിയിൽ 7 പോയിന്റ്സ് ഉണ്ട്. ആ 7 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. 7 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. A patient counselor is also known as patient advocate or patient liaison. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ്. പേഷ്യന്റിന്റെ അഡ്വക്കേറ്റ് ആണ് കേട്ടോ. പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയേസൺ. ലിയേസൺ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം. പേഷ്യൻസുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് ആ പേര് എന്ന് പറയാം. പേഷ്യന്റ് കൗൺസിലർ ആണ്. പേഷ്യൻസുമായിട്ട് ബന്ധം, പേഷ്യന്റിന്റെ അഡ്വക്കേറ്റ് എന്നൊക്കെയാണ് പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോളണം. പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയേസൺ ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ആരാ അദ്ദേഹം? ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ഇഷ്ടമായിട്ട് with the patient and their families to extend emotional support. ഈ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ പേഷ്യന്റിനും ഫാമിലിക്കും എന്താ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ആൻഡ് അഡ്വക്കേസി പിന്താങ്ങല്, അവർക്ക് വേണ്ടി ശുപാർശകൾ ചെയ്യുന്നു. അഡ്വക്കേസി പിന്താങ്ങൽ.
ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ദെൻ അഡ്വക്കേസി അവർക്ക് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്താങ്ങൽ കൊടുക്കുന്നു. ആർക്ക്? പേഷ്യൻസിനും ഫാമിലിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കൗൺസിലർ. The job description of a patient counselor normally includes the following responsibility. അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഈ താഴെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉൾപ്പെടുന്നു. താഴെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉൾപ്പെടുന്നു. 2 സെന്റൻസ് അതിൽ നോട്ട് ചെയ്യാം കേട്ടോ. പാരഗ്രാഫിന് പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റു പേരുകള് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയേസൺ. ബന്ധം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ബന്ധം, ലിയേസൺ. ഇനി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. പേഷ്യൻസിനും അവരുടെ ഫാമിലിക്ക് വേണ്ടി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു, വൈകാരികമായ പിന്തുണ, എഡ്യൂക്കേഷൻ, അഡ്വക്കേസി അവർക്ക് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ പിന്താങ്ങൽ കൊടുക്കുന്നു. ഇനി ഓരോ റെസ്പോൺസിബിലിറ്റി നോക്കി. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് പറഞ്ഞത് തന്നെയാണ്. ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലി. പേഷ്യൻസിനെയും അവരുടെ ഫാമിലിനെയും എഡ്യൂക്കേറ്റിംഗ് എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും എഡ്യൂക്കേറ്റ് ആക്കുന്നു. അടുത്ത നോക്കിയേ, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നു, അതായത് പേഷ്യൻസിന് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നു. പ്രൊവൈഡിങ് റിസോഴ്സസ്. റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കോർഡിനേറ്റിംഗ് കെയർ. പരിചരണം ഏകോപിപ്പിക്കുന്നു. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. കെയർ പരിചരണ പദ്ധതികള് വികസിപ്പിക്കുന്നു. മോണിറ്ററിംഗ് പ്രോഗ്രസ്. പുരോഗതി വിലയിരുത്തുന്നു. 7 പോയിന്റ്സ് ആണ്. അത് പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറിയില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ചോദിക്കാം. ഒന്നാമത്തെയാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദ പേഷ്യന്റ് കൗൺസിലർ is accountable for providing emotional support to the patient and their family. ഇനിയിപ്പോ വലിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് എന്താണ് ഒരു പിന്തുണ, നമ്മളെ എല്ലാ എന്താ പറയാ ഒത്തിരി ഇതൊക്കെ വരുമ്പോ നമ്മളാകെ ഡള്ളായി പോവില്ലേ? അപ്പൊ അവർക്ക് വേണ്ട ഒരു വൈകാരിക പിന്തുണ നൽകുന്നു. പേഷ്യൻസിനും ഫാമിലിക്കും വേണ്ടി അവരെ പിടിച്ച് കുഴപ്പമില്ല, ഓക്കെയാണ്, ഇത് ട്രീറ്റ്മെന്റ് എടുത്താൽ മാറിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയാ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ചെയ്യുന്നത് പേഷ്യന്റിനും ഫാമിലിക്കും. ഹിയറിംഗ് ദെയർ കൺസേൺ. അവരുടെ ആശങ്കകൾ കേൾക്കുന്നു. നമുക്ക് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുന്നു. ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീലിംഗ് വിത്ത് ദർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. എന്തിനു സഹായിക്കുന്നു? ഡീൽ വിത്ത് അവരുടെ രോഗനിർണയം, ഡയഗ്നോസിസിന്, ഇൽനെസ്, രോഗങ്ങള്, അതൊക്കെ ഡീൽ ചെയ്യാൻ അവരെ സഹായിക്കുന്നു. അപ്പൊ പേഷ്യൻസിനും ഫാമിലിക്കും വേണ്ടി ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു പേഷ്യന്റ് കൗൺസിലർ. പേഷ്യന്റിന് വേണ്ടി സംസാരിക്കുന്ന ആള് പേഷ്യന്റ് അഡ്വക്കേറ്റ് ആണ്. പേഷ്യൻസിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നതാണ്. പേഷ്യൻസിനും ഫാമിലിക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു, അവരുടെ ആശങ്കകൾ കേൾക്കുന്നു, അവരുടെ ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രോഗമൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. എഡ്യൂക്കേറ്റിംഗ് രണ്ടാമത്തേതാ? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. ഇനി എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ആക്കുന്നത് നോക്കിയേ. The patient counselor is accountable for educating patient and their families about their diagnosis. അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഒന്നും അറിയണ്ടാവില്ല, ഇതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രോഗനിർണയ കാര്യങ്ങള്, ഡയഗ്നോസിസ്, പരിശോധനകള്, അതേക്കുറിച്ചൊക്കെ അവർക്ക് കുറച്ചുകൂടി എഡ്യൂക്കേറ്റ് ആക്കുന്നു. ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്, ബെറ്റർ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ആ രോഗത്തിന്, അതൊക്കെ അതിന് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദ കെയർ. ആ പരിചരണത്തിന് മറ്റു
മറ്റു വശങ്ങള് അതേക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തില് പേഷ്യന്റിനെയും ഫാമിലിയെയും ആ രോഗ എന്താ പറയാ പേഷ്യൻസിന്റെ കാര്യങ്ങള്, അവർ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അവർക്കിടെ ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് രോഗനിർണയ ഇത് ചെയ്യാനായിട്ട്, ഡയഗ്നോസിസിന്റെ ഇത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങള്, അവർക്കിടെ ആ സംശയങ്ങള് കാര്യങ്ങള് ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് കുറച്ചുകൂടി എഡ്യൂക്കേറ്റ് ആക്കുന്നു, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ ഇവിടെ ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ എന്ന് ചോദിച്ചാലും ഇമോഷണൽ സപ്പോർട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സെന്റൻസ് തന്നാലും അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വേഗം എഴുതാം ഇമോഷണൽ സപ്പോർട്ട്. രണ്ടാമത്തെ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് തന്നെയാണ് ആ ഫസ്റ്റ് സെന്റൻസിലും അത് കിടക്കുന്നുണ്ട്, ഡയറക്റ്റ് ഉണ്ട്. അപ്പൊ കണ്ടോ, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോഴും അവിടെ ഡാഷ് ഇട്ട് തന്നാലും നിങ്ങൾക്ക് എഴുതാം. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിനെ അഡ്വക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പിന്താങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശുപാർശകൾ കാര്യങ്ങൾ ചെയ്യുന്നു. The patient counselor is accountable for advocating for patient and their families, helping them navigate the healthcare system and make sure that their needs are met. Navigate ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നാവിഗേറ്റ് ചെയ്യുക, അവരെ ഇപ്പൊ എന്താ ഒരു സ്ഥലത്തുനിന്ന് നാവിഗേറ്റ് ചെയ്യുക, മറ്റൊരു ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരൂലേ, അപ്പൊ അതിന് വേണ്ട പിന്താങ്ങലുകള്, അവരുടെ അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങള് മേക്കിംഗ് ഷുവർ ദാറ്റ് their needs are met, അവരുടെ ആവശ്യങ്ങള് ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Making sure that their needs are met, അവരുടെ ആവശ്യങ്ങള് ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസിനെയും ഫാമിലിനെയും എന്ത് ചെയ്യുക, അത് പിന്താങ്ങുക, അത് നാവിഗേറ്റ് ചെയ്യുക, ഹെൽത്ത് കെയർ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുക. അഡ്വക്കേറ്റിംഗ് പേഷ്യൻസ് ഫസ്റ്റ് സെന്റൻസ് തന്നാലും അവിടെ ആ ഒരു പോയിന്റ് തന്നെ കിടക്കണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഡാഷ് ഇട്ട് തന്നാലും നമുക്ക് ചോദിക്കാം, എഴുതാം. ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് എന്ന് കാണുമ്പോൾ അറിയാലോ, ആ പോയിന്റിൽ നമ്മൾ പറയുന്നുണ്ട് അത് കേട്ടോ. ഏത് പോയിന്റ്സും ബൈഹാർട്ട് ചെയ്ത് വെക്കണം അവിടെ. അപ്പൊ ആ പോയിന്റ്സിൽ പറയുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം അവിടെ. ഇനി അടുത്ത് നോക്കിയേ, പ്രൊവൈഡിംഗ് റിസോഴ്സസ്. The patient counselor is accountable for providing patient and their family with the resources. സെന്റൻസ് കണ്ട് എഴുതാലോ. അതാണ് ഞാൻ ആദ്യത്തെ പോയിന്റ് മാത്രം പഠിച്ചു വെക്കാൻ പറഞ്ഞത്. ഓരോ സെന്റൻസ് വൈസും നിങ്ങൾ അവിടെ നോക്കണം എന്നില്ല, അത് ആ സെന്റൻസ് അത് തന്നെ കിടക്കുന്നുണ്ട് കണ്ടോ. നാലാമത്തേന് നമുക്ക് എഴുതാം, ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിംഗ് പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് their resources. അങ്ങനെ എഴുതാം. പ്രൊവൈഡിംഗ് റിസോഴ്സസ് ആരാണ്? അവിടെ പേഷ്യന്റ് കൗൺസിലർ ആണ്. And information about the support group, financial സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങള് and other services may be available them. അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള സേവനങ്ങള്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സപ്പോർട്ട് ഗ്രൂപ്പുകള്, ഇതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വിവരങ്ങള്, അതിനുവേണ്ട റിസോഴ്സുകള്, ഇതെല്ലാം പേഷ്യൻസിനും ഫാമിലിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടതും പേഷ്യന്റ് കൗൺസിലർ തന്നെയാണ്. ആ പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇനി ആ സെന്റൻസ് ആയിട്ട് പഠിക്കണം എന്നില്ല. അടുത്ത് നോക്കിയേ, കോർഡിനേറ്റിംഗ് കെയർ. അഞ്ചാമത്തെ പോയിന്റ് എന്താ? കെയർ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അതിനെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. The patient counselor is accountable for organizing care between the health providers and health providers-ന്റെ അവര് കൊടുക്കുന്ന ആ കെയർ, അവര് അതിനെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്യുക, എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക. And ensuring that the patient receive the essential services and treatment. ഇനി എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Ensuring ഉറപ്പുവരുത്തുക that the patient receive the essential services and treatment. പേഷ്യന്റ് അത്യാവശ്യമായിട്ടുള്ള സർവീസുകള്, ട്രീറ്റ്മെന്റ് ഇതൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് സെന്റൻസിൽ ഓർഗനൈസിങ് ഓർ കോർഡിനേറ്റിംഗ്
കെയർ എന്നുള്ളത് നോക്കിക്കോട്ടോ. അപ്പൊ ഡാഷ് ഇട്ട് ആ പോയിന്റ് ഇതുപോലെ ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് ഇട്ട് ചോദിച്ചാലും നമ്മൾ അവിടെ പഠിക്കണ്ട, ആ പോയിന്റിൽ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അത് തന്നെ നോക്കി വെച്ചാൽ മതി. Organizing care between healthcare providers, healthcare providers, healthcare provide ചെയ്യുന്നവര് അവരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന കെയറിനെ എന്ത് ചെയ്യുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, എല്ലാത്തിനെയും കൂടി ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, ഓർഗനൈസിങ്. ഇനി അടുത്ത് നോക്കിയേ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. The patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന് വേണ്ടി കെയർ പ്ലാനുകള്, പരിചരണ പദ്ധതികള് ഡെവലപ്പ് ചെയ്യുക. ഫസ്റ്റ് സെന്റൻസ് തന്നാലോ എഴുതാലോ? അതിനകത്തുണ്ട്, നമ്മൾ പഠിച്ച പോയിന്റ്, 6ാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചതിലുണ്ട് കേട്ടോ. അത് നോക്കിയാൽ അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. The patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals. അവരുടെ ആവശ്യകതകള്, ലക്ഷ്യങ്ങള് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. And working with the healthcare providers to make sure that these needs are met. അവരുടെ ആവശ്യകതകൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. And working with the healthcare providers to sure that these needs are met. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ആസൂത്രണം ചെയ്ത് നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട്, അത് പേഷ്യന്റിന്റെ ആവശ്യകതകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ പേഷ്യന്റ് കൗൺസിലർ തന്നെയാണ്. ഫസ്റ്റ് സെന്റൻസ് അത് ഹൈലൈറ്റ് ചെയ്യുന്ന മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ലാസ്റ്റത്തെ എന്താ, മോണിറ്ററിംഗ് പ്രോഗ്രസ്. പുരോഗതി മോണിറ്റർ ചെയ്യുക, മോണിറ്ററിംഗ് പ്രോഗ്രസ്. The patient counselor is accountable for monitoring patients' progress, evaluating their needs and making adjustment to their care plan as necessary. Patient progress ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ, അവിടെ ഹൈലൈറ്റ് ചെയ്ത് മോണിറ്ററിംഗ് പേഷ്യന്റ് കെയർ അത് പോയിന്റിൽ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. മോണിറ്ററിംഗ് പ്രോഗ്രസ്, പുരോഗതി മോണിറ്റർ ചെയ്യുക. അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് പേഷ്യന്റ് പ്രോഗ്രസ്, പേഷ്യൻസിന്റെ പുരോഗതി. ആ ഹോസ്പിറ്റലില് പേഷ്യൻസ് ട്രീറ്റ്മെന്റ് എടുത്ത് അതിനുശേഷമുള്ള അവരുടെ പുരോഗതികൾ മോണിറ്റർ ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്, അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി. ആ പരിചരണ പദ്ധതികളില് അവർ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക. മോണിറ്ററിംഗ് പ്രോഗ്രസ്. അപ്പൊ 7 പോയിന്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും അതിൽ പഠിക്കണ്ട. വേറെ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ഡാഷ് ഇട്ട് തന്നാലും ആ പോയിന്റ് തന്നെയാണ് അവിടെ സെന്റൻസിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ. നമ്മൾ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവിടെ നമ്മുടെ ഈ എന്താണ് ഒരു മെസ്സേജ് ചോദിച്ചത്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണോന്നാണ് ചോദിച്ചത്. ഇത് ഓരോ പോസ്റ്റുകളാണ്, OPD-യിലുള്ള ഓരോ പോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. OPD എക്സിക്യൂട്ടീവ് എന്താ ചെയ്യണ്ടേ, ആ OPD-യിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ് എല്ലാ അതായത് മാനേജറിയൽ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ്. എല്ലാ കാര്യങ്ങളും OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുക OPD എക്സിക്യൂട്ടീവ്. ഇനി അടുത്ത ഒരു പോസ്റ്റ് ആണ്, അത് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ആണ്. ആ പേഷ്യന്റ് കൗൺസിലർ എന്താ, പേഷ്യൻസിന്റെ, നിങ്ങൾ ആ പോയിന്റ്സിൽ നിന്ന് തന്നെ നോക്കാം, അവിടെ നമ്മൾ ഹോസ്പിറ്റലിനെക്കാളും പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. പേഷ്യന്റ് അഡ്വക്കേറ്റ് ആണ് അധികം, പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, പേഷ്യന്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പേഷ്യന്റുമായിട്ട് ഒരു റിലേഷനുള്ള ഒരു ഇതാണ്, പേഷ്യന്റുമായിട്ട് നല്ല ഒരു കണക്ഷൻ, പേഷ്യൻസിന്റെ ആവശ്യങ്ങള് അല്ലെ, അവർക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്നതാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. എല്ലാ പോസ്റ്റും വേറെ തന്നെയാണ്.
പ്രൊവൈഡ് ഇമോഷണൽ പേഷ്യൻസിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഈ 7 പോയിന്റ്സ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേ. ഇമോഷണൽ സപ്പോർട്ട് പേഷ്യൻസിന് കൊടുക്കുക, പേഷ്യൻസിനും ഫാമിലിക്കും വേണ്ട എഡ്യൂക്കേഷൻ, അതായത് എന്താ നമ്മുടെ ഹെൽത്ത് രോഗങ്ങളോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട അറിവുകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുക, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ്, അവരെ സപ്പോർട്ട് ചെയ്യുക, അതിൽ പിന്താങ്ങുക, അവർക്ക് വേണ്ട റിസോഴ്സുകൾ അനുവദിക്കുക, കെയർ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, കെയർ പ്ലാൻ പരിചരണ പദ്ധതികൾ വികസിപ്പിക്കുക, പേഷ്യൻസിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ആ 7 പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് ഡാഷിട്ട് തന്നാലും അത് നിങ്ങൾക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാം. Overall, last paragraph conclusion. Overall, the role of patient counselor is to extend support and advocacy for patient and their families. Right? ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി, അവർക്ക് വേണ്ട ശുപാർശകള് പിന്തുണകള് പേഷ്യൻസിനും ഫാമിലിക്കും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഡാഷ് ഈസ് എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ ദ റോൾ ഓഫ് ഡാഷ് എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. ആരുടെ റോളിൽ വരുന്ന പേഷ്യൻസിന് ഫാമിലിക്ക് സപ്പോർട്ട് അഡ്വക്കസി, അത് കാണുമ്പോ തന്നെ അറിയാം കൊടുക്കുക. Helping them navigate the നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ, navigate the healthcare system and making sure that receive high quality care, നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം ഉറപ്പുവരുത്തുക. അത് അവരെ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്ത് വേണം? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എംപതി, സഹാനുഭൂതി, സഹതാപം, അല്ലെ, സഹാനുഭൂതി, സഹതാപം, ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചുള്ള നല്ലൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, അതേക്കുറിച്ച് ആഴത്തിലുള്ള ഒരു നോളജ്. ആൻഡ് സിസ്റ്റം ആൻഡ് സർവീസസ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ ഇറ്റ്സ് റോള്. അദ്ദേഹത്തിന്റെ പേഷ്യന്റ് കൗൺസിലർ എന്ന ആ റോളില് അദ്ദേഹത്തിന്റെ വിജയത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇതൊക്കെ കാര്യങ്ങൾ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പേഷ്യൻസുമായിട്ട് നല്ലൊരു ആശയവിനിമയം നടത്തട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ, അല്ലെ? അതുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എംപതി വേണം, സഹാനുഭൂതി വേണം, ആ ഹെൽത്ത് കെയർ സിസ്റ്റം സർവീസിനെ കുറിച്ച് നല്ലൊരു ആഴത്തിലുള്ള ഒരു അറിവ് വേണം. ഇതെല്ലാവരും അദ്ദേഹത്തിന്റെ ജോലി, ആ ഒരു റോള്, ആ റോളില് വിജയത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ, ആ റോളില് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് നോക്കിയേ, ബേസിസ്, അതിനകത്ത് ചെയ്തിട, പിന്നെ ആ 3 കാര്യങ്ങളും കൂടി ഒന്ന് വേണമെങ്കിൽ ഒന്നാണ് അലൈൻ ചെയ്തിട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എംപതി, ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസ്, 3 കാര്യങ്ങളും അദ്ദേഹത്തിന് വേണം. ഇനി നോക്കിയ ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്. ഒരു നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് പേഷ്യന്റ് കെയർ ജോബ് അല്ല, ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകളല്ല, പേഷ്യൻസിനെ നേരിട്ട് പരിചരിക്കുന്നവരല്ല, അല്ലെ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള്, നോട്ട് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, അതാണ് നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞ. നേരിട്ടുള്ള രോഗി പരിചരണം വരുന്നില്ല. നോൺ ക്ലിനിക്കൽ ജോബിന് അടിസ്ഥാനമായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാ, എന്തൊക്കെ കഴിവുകൾ വേണം, അതും ഈ പോയിന്റ് നോക്കി വെക്കാം. എന്തൊക്കെ കഴിവുകൾ വേണം? 10 പോയിന്റ് ആണ്. 10 പോയിന്റ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നോക്കി വെക്കണം. ഒന്നാമത് എന്ത് വേണം? ഒരു നോൺ ക്ലിനിക്കൽ ജോബിന് എന്തൊക്കെ കഴിവുകൾ വേണം? നോൺ ക്ലിനിക്കൽ ജോബിന് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽ ടു എഫക്റ്റീവ്ലി ടു ദെയർ റോൾ. അവരുടെ റോള്, ആ നോൺ ക്ലിനിക്കൽ ജോബ്, ആ ജോലിക്ക് അവരുടെ റോള് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ എന്ത് വേണം? അവർക്ക് നല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്കിൽ, ഒരു നല്ലൊരു കഴിവുകൾ വേണം. Some key skills for non-clinical staff in hospital consist of. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട പ്രധാനപ്പെട്ട കഴിവുകൾ, key skills
for non-clinical staff in hospital consist of. അപ്പൊ എന്തൊക്കെ കഴിവുകളാ വേണ്ടതെന്നൊക്കെ ആദ്യം 10 പോയിന്റ് നമുക്ക് വേണ്ടി എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ? ഒന്ന് സംസാരിക്കാത്ത ഒരാളെ കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല അല്ലെ? എന്ത് വേണം? ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ കഴിവ് വേണം. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് സംസാരിക്കുള്ളൂ, സംസാരം കുറവ്. എന്താ ഇത്രയും എല്ലാ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള, അതായത് നേരിട്ടുള്ള കെയർ വരുന്നില്ല, അതാണ് പേഷ്യന്റ് കെയർ വരുന്നില്ല, അതാണ് നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞ. നോൺ ക്ലിനിക്കൽ ജോബ്സ് അതിന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങള്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെ, അഡ്മിനിസ്ട്രേറ്റർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള രോഗി പേഷ്യന്റ് കെയർ അല്ല കൊടുക്കുന്നത്, സപ്പോർട്ട് ചെയ്യാണ് അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യാണ്. ഡോക്ടേഴ്സിനെ, നേഴ്സിന് അവർക്കൊക്കെ വേണ്ടി അവര് പേഷ്യൻസിന് നല്ലൊരു കെയർ കൊടുക്കാൻ വേണ്ട ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നോൺ ക്ലിനിക്കൽ ജോബ്സുകള്. അതിന് വേണ്ട സ്കിൽ എന്താ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ആശയവിനിമയ കഴിവ് വേണം. അടുത്ത നോക്കിയാൽ കസ്റ്റമർ സർവീസ് സ്കിൽ. പേരുകൾ മാത്രം നോക്കാം കേട്ടോ, ഡീറ്റെയിൽ നമുക്ക് ഓരോന്ന് പഠിക്കാം. കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. കസ്റ്റമർ സർവീസ്, വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. കസ്റ്റമർ സർവീസ് സ്കിൽ. ഓർഗനൈസേഷണൽ സ്കിൽ, എല്ലാം സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. ടെക്നോളജി സ്കിൽ, ഇനി കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം അവർക്ക്, ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവ് വേണം. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ഇനി ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങള്, അപ്പൊ അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനുള്ളൊരു ഇത് വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യാത്മകത. ആൻഡ് എത്തിക്സ്, ധാർമ്മികത, രഹസ്യാത്മകത. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, ഒരു ടീം വർക്കാണ്. ഒരാൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല, സെൽഫായിട്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം ആ ഒരു ഹോസ്പിറ്റലിലെ ഓവറോൾ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ എല്ലാവരും തമ്മിലുള്ള ഒരു ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, സഹകരണം. അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടാൻ, എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം. എംപതി ആൻഡ് കമ്പാഷൻ. എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, കമ്പാഷൻ അനുകമ്പ. സഹാനുഭൂതിയും അനുകമ്പയും വേണം. അടുത്ത നോക്കിയേ, കൾച്ചറൽ കോമ്പിറ്റൻസ്, സാംസ്കാരിക കഴിവ്. കൾച്ചറൽ കോമ്പിറ്റൻസ്, സാംസ്കാരിക കഴിവ്. എല്ലാവരും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്, 10 പോയിന്റ്സ് മാത്രം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പെട്ടെന്ന് വായിച്ചോ കേട്ടോ, ഒന്ന് മനസ്സിലൂടെ പെട്ടെന്നൊന്ന് വായിച്ചു പോയേ. ഓക്കെ, എല്ലാവരും വായിച്ചല്ലേ? ഇന്ന് മനസ്സിൽ നിന്നോട്ടെ. ഇനി ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ പറയുമ്പോഴത്തേക്കും നിങ്ങൾ 10 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റത്തെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. Strong communication skills are necessary for non-clinical staff to effectively interact with the patients, visitors, and other staff members. വേണ്ടേ? പേഷ്യൻസുമായിട്ട്, വരുന്ന വിസിറ്റേഴ്സുമായിട്ട്, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് എന്താ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു നമുക്ക് അവര് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം അല്ലെ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. എന്തിനു വേണ്ടി? പേഷ്യൻസുമായിട്ട് നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട്, വിസിറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. They should be able to communicate clearly and empathetically, both verbally and in writing. Okay, എങ്ങനെയായിരിക്കണം? They should able to communicate. എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? ക്ലിയർലി, ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം പറയുന്ന കാര്യങ്ങൾ. ആൻഡ് എംപത്തറ്റിക്കലി, എങ്ങനെയാണ്? സഹാനുഭൂതിയോടും കൂടി, സഹാനുഭൂതിയോടും കൂടി. ബോത്ത് വെർബലി, എങ്ങനെ? വെർബലായിട്ട്, വാക്കുകൾ കൊണ്ടും, ആൻഡ് ഇൻ റൈറ്റിംഗ്, റിട്ടേൺ ആയിട്ട്, രേഖാമൂലവും.
വാക്കുകളായിട്ടും അതുപോലെ റിട്ടേൺ രേഖാമൂലവും നല്ല ക്ലിയർ ആയിട്ടും സഹാനുഭൂതിയോട് കൂടി വേണം സംസാരിക്കാൻ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകണം, ക്ലിയർ ആകണം, സഹാനുഭൂതിയോട് കൂടി വേണം. നമ്മളല്ലാതെ വലിയ ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാതെ അവരെന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ എങ്ങനെയാവട്ടെ ആ ഒരു മൈൻഡിൽ നിൽക്കാൻ പാടില്ല. എല്ലാവരോടും ഒരു സഹാനുഭൂതിയോട് കൂടി ക്ലിയർ ആയിട്ട് നല്ല വെർബലായിട്ടും വാക്കാലും അതുപോലെ തന്നെ രേഖാമൂലവും ആ രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു കഴിവ് വേണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള കാര്യം മനസ്സിൽ വന്നില്ലേ? ഓക്കെ. രണ്ടാമത് നോക്കിയേ, കസ്റ്റമർ സർവീസ് സ്കില്ല്. Non-clinical staff often act as the first point of contact for the patients and visitors. Underline ചെയ്തോ? റിസപ്ഷനിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അല്ലേ? നേരിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതല്ലല്ലോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. ഓപ്ഷൻ നോക്കി എഴുതണം കേട്ടോ അവിടെ. Dash often act as a first point of contact for patient and visitors. Non-clinical staff. Clinical staff എന്ന് വരാം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് വരാം. ഓപ്ഷൻ സിയില് both A and B എന്ന് വരാം. ഓപ്ഷൻ ഡിയില് none of the above എന്ന് വരാം. ഓക്കെ, ശ്രദ്ധിച്ച് എഴുതുക. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് ആക്ട് ആസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. നമ്മൾ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നേരെ ഡോക്ടറുടെ റൂമിലേക്കാണ് കയറണേ. ഇതിന് മുന്നേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ഫസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. അടുത്ത് നോക്കിയേ, നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കണം. They should maintain excellent customer service skills which include ability to calm and composed in difficult situation, handle inquiries and complaint, and providing a positive and welcoming environment. എങ്ങനെയായിരിക്കണം? നല്ലൊരു എക്സലന്റ് മികവുറ്റ ഒരു കസ്റ്റമർ സർവീസ് സ്കിൽസ് വേണം അല്ലെ? വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ, ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളാണെങ്കിലും നല്ല ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിനെ, പേഷ്യൻസിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ അവർ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. എബിലിറ്റി വിച്ച് ഇൻക്ലൂഡ്, നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന എന്താ? ഇൻക്ലൂഡ് ചെയ്യുന്ന എബിലിറ്റി ടു കാം ആൻഡ് കമ്പോസ്റ്റ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. കാമായിരിക്കണം, നല്ല ശാന്തമായിട്ട്, കമ്പോസ്റ്റ് സമാധാനത്തോടും കൂടിയും ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യണം. നമ്മൾ അവര് പറയണേക്കാൾ കൂടുതൽ ദേഷ്യത്തിലോ ഒച്ചയെടുത്തൊന്നും സംസാരിക്കാൻ പാടില്ല. എപ്പോഴും ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി വേണം ആ ബുദ്ധിമുട്ടുള്ള ആ സാഹചര്യത്തെ അവര് കൈകാര്യം ചെയ്യാൻ. അതിനുള്ള കഴിവ് വേണം. അവരെത്ര ദേഷ്യപ്പെട്ടാലും നമ്മൾ കാമായിട്ടിരിക്കുക. അതിനെ ഒന്ന് എന്താ പറയാ, അങ്ങനെ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ഹാൻഡിൽ എൻക്വയറീസ് ആൻഡ് കംപ്ലൈന്റ്, അന്വേഷണങ്ങള്, കംപ്ലൈന്റ്സ്, പരാതികള്, ഇതൊക്കെ കൈകാര്യം ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. ക്ലിയർ ആയോ? അതിന് ഫസ്റ്റ് പോയിന്റ് ഒന്ന് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടേ. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാറിപ്പോകരുത്. നല്ലൊരു മികവുറ്റ ഒരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഒരു സമാധാനത്തോടും കൂടി അതുപോലെ ശാന്തമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അന്വേഷണങ്ങള്, പരാതികള്, ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യണം. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ഓർഗനൈസേഷണൽ സ്കിൽസ്. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പ്ലേസ്ഡ്. ഈ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കാം. എല്ലാത്തിനെയും സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പല പല ടാസ്കുകൾ അവിടെ നടക്കുന്നത്. ഒരു കാര്യം മാത്രമല്ല അല്ലെ? ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്.
വേഗത്തിലുള്ള പല ഏരിയാസ്, അത് പല പ്രവർത്തനങ്ങളാണ് അവിടെ, പല ടാസ്കുകളാണ്, ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ ടു മാനേജ് ദെയർ വർക്ക് ലോഡ്, then prioritize task and meet deadlines. Okay, the non-clinical staff should have a strong organization skill. എല്ലാ കാര്യങ്ങളെയും ഓർഗനൈസ് ചെയ്യാനുള്ള, അതിനെ സംഘടിപ്പിക്കാനുള്ള നല്ലൊരു ശക്തമായിട്ടുള്ള സംഘടനാ കഴിവ് വേണം. ഇതെല്ലാവരെയും ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേറ്റർ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഡോക്ടർ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് കെയർ ഒക്കെ കൊടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, എല്ലാം സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ എല്ലാ കാര്യങ്ങളും വേണ്ടേ, ഓവറോൾ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടു മാനേജ് ദർ വർക്ക് ലോഡ് മാനേജ് ചെയ്യുക, പ്രിയോറിറ്റൈസ് ടാസ്ക് എന്ന് വെച്ചാൽ മുൻഗണന നൽകുക. പ്രിയോറിറ്റൈസ് എന്ന് വെച്ചാൽ മുൻഗണന. ഇപ്പൊ ഇപ്പൊ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് വേണം നമ്മൾ മുൻഗണന കൊടുക്കുക. ആൻഡ് മീറ്റ് ഡെഡ്ലൈൻസ് സമയപരിധി പാലിക്കുക. ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അതിൻ്റെതായ സമയപരിധി പാലിക്കുക. മീറ്റ് ഡെഡ്ലൈൻസ് പാലിക്കുക, സമയപരിധി പാലിക്കുക. മീറ്റ് ഡെഡ്ലൈൻസ്. നെക്സ്റ്റ് നാലാമത്തെയാണ് ടെക്നിക്കൽ സ്കില്ല്. ടെക്നോളജി വേണം, കമ്പ്യൂട്ടർ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണ്ടേ. പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടർ തുടങ്ങിയോ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് മൊഡ്യൂളിൽ തുടങ്ങിയോ? ഇല്ല അല്ലെ? നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. MS വേർഡ്, എക്സൽ, PowerPoint, പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലില്, അത് ഓരോന്നും ഓരോ സോഫ്റ്റ്വെയറും എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ചാപ്റ്റർ നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കുറച്ച് കമ്പ്യൂട്ടർ കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. നോക്കി, അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട അടുത്തൊരു കഴിവാണ് ഏത്? പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം വേണം. എന്തില്? ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. പല കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങള് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം വേണം. കമ്പ്യൂട്ടർ ഒന്നും അറിയാത്ത ഒരാള് ഇപ്പൊ റിസപ്ഷനിലും ഒക്കെ നമുക്ക് പറ്റില്ല. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? HIS പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചില്ലേ? കമ്പ്യൂട്ടർ പഠിച്ച ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ എന്തായാലും നമുക്ക് അറിയണം. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ അല്ലേ നമുക്ക് എല്ലാ 24 hours എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ എടുക്കാം കമ്പ്യൂട്ടറിലൂടെ തന്നെ. അല്ലാതെ നേരിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ അപ്പോയിന്റ്മെന്റ്സും നമുക്ക് ഫോണിലൂടെ വിളിച്ചൊക്കെ പറയാലോ. ആ ഹോസ്പിറ്റലിലെ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ കമ്പ്യൂട്ടർ എന്തായാലും അറിഞ്ഞിരിക്കണം. ടെക്നോളജി, ടെക്നിക്കൽ സ്കില്ല് വേണം. Then computer, different proficiency in using different computer applications. പല computer applications, Word, Excel, PowerPoint, അതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ്. അതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കഴിവ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, അതാ ഞാൻ HIS പഠിക്കേണ്ടത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളും റിട്ടേൺ റെക്കോർഡുകളും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാണ്ട് അവിടെ. ഇലക്ട്രോണിക് എല്ലാരും ഇപ്പൊ നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണല്ലോ, നമ്മൾ ചീട്ട് പോലെ എഴുതി വെക്കുന്നതല്ല. ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് എല്ലാം റെക്കോർഡിക്കലി സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് അതർ ഹെൽത്ത് കെയർ ടെക്നോളജി ഈസ് വൈറ്റൽ ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. പിന്നെ ഹെൽത്ത് കെയർ ടെക്നോളജിയും നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വൈറ്റൽ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം അവരറിഞ്ഞിരിക്കണം. They should be comfortable with the technology and willing to learn new systems are required. അവരെങ്ങനെയായിരിക്കും? They should be comfortable with the technology. ആ പുതിയ ടെക്നോളജി ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ ആ പുതിയ കാര്യങ്ങളുമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം. അതുപോലെ വില്ലിങ് ആയിരിക്കണം നമ്മള്. ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആർ റിക്വയർഡ്. പുതിയ സംവിധാനങ്ങള്, സിസ്റ്റംസ്, അത് കാര്യങ്ങള്, പുതിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കാനും നമ്മൾ വില്ലിങ് ആയിരിക്കണം.
and willing to learn new system as required. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ സ്കിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. 4 പോയിന്റ്സ് ആണ് നമ്മൾ അത് പഠിച്ചത്. ഫസ്റ്റ് ഏതാ? കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? കസ്റ്റമർ സർവീസ്. വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. എങ്കിലാണ് അവർ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. പിന്നെ അടുത്തത് എന്റെ ഓർഗനൈസേഷൻ. എല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാനുള്ള കഴിവ് വേണം. നാലാമത്തെ ഏതാണ്? ടെക്നോളജി സ്കില്ല്. ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അറിയണം. നല്ലൊരു ടെക്നോളജി സ്കില്ല് വേണം. 4 പോയിന്റ് പഠിച്ചോ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട സ്കിൽസിൽ വരുന്നത് ബൈ ഹാർട്ട് ചെയ്തോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കില്ല്, ടെക്നോളജി സ്കില്ല്. ബാക്കിത്തെ സ്കിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കഴിവുകൾ വേണം. 4 വരെയാണ് നമ്മുടെ നോക്കിയത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓരോ സെക്ഷനുകൾ കഴിയുമ്പോ തന്നെ ഞാൻ ചോദിക്കണോണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് അങ്ങനെ എടുത്ത് പ്രത്യേകം ചോദിക്കാത്തത് അത് നല്ലതാ. ഓരോന്ന് എടുക്കുമ്പോ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയിട്ടില്ല. എടുക്കുന്ന അത്രയും നമ്മൾ ക്ലിയർ ആക്കുക, നല്ല തറവായി പോവുക, മനസ്സിലാക്കി വെക്കുക. ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. നമ്മളത് കാര്യങ്ങൾ എന്താണ് അതിൽ പറഞ്ഞേക്കുന്നത് അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. 4 പോയിന്റ്സ് ആണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൽ പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.